ടൗൺഷിപ്പിലെ പ്ലോട്ട് 1-ലെ 23-ാം നമ്പർ വീടാണ്. അതായത് കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന മാമാങ്കത്തിൽ താക്കോൽ കൊടുത്തു എന്ന് പറയപ്പെടുന്നൊരു വീടാണ്. ഇവിടെ എങ്ങനെയാണ് താമസിക്കുക? ഇവിടെ എന്ത് പണിയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്? ഒരു പണിയും പൂർത്തീകരിക്കാതെ ഈ ദുരന്ത ബാധിതരെ അവരെ വിറ്റ് അല്ലെങ്കിൽ അവരുടെ ദുരന്തത്തെ വിറ്റ് മൂന്നാമതും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനം എടുക്കുക എന്നത് മാത്രമാണ്. യഥാർത്ഥത്തിൽ ദുരന്ത ബാധിതരെ ഓരോ ഘട്ടത്തിലും വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. കേരളത്തിലെ ജനങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഇവിടെ ഇപ്പോൾ 178 ആളുകൾ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരാൾ പോലും ഈ ടൗൺഷിപ്പിന്റെ എവിടെയും താമസിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത് മാത്രമല്ല, അതിനുശേഷം പിന്നെ അടുത്ത മാസം താക്കോല് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള 410 വീടുകളുണ്ട്. ആ 410 വീടുകൾ എന്ന് പറയുന്നിടത്ത് ഒരു തരത്തിലുള്ള വർക്കും നടക്കുന്നില്ല. ഇലക്ട്രിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു, അത് പൂട്ടിപ്പോയിട്ടുണ്ട്. പ്ലംബിംഗ് സംവിധാനമുണ്ട്, അത് പൂട്ടിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈദ്യുതി സംവിധാനം ഒരുക്കേണ്ടുന്ന കരാറുകാരൻ അവൻ ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ സകല ആളുകളും ഇവിടുന്ന് ജോലി നിർത്തിപ്പോയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഉദ്ഘാടനത്തിന് മുൻപ് ഒരു 3000-3500 ആളുകളെയൊക്കെ വെച്ചിട്ടാണ് ഇവിടെ പണിയെടുത്തിരുന്നത്. ഇപ്പോൾ നാമമാത്രമായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ മറ്റൊന്നും തന്നെ നടക്കുന്നില്ല. ശുദ്ധമായിട്ടുള്ള പറ്റിക്കൽ, അത് തുടക്കം മുതൽ ഒരു ആദ്യഘട്ടം മുതൽ അവസാന ഘട്ടം വരെയും ഈ പിണറായി വിജയൻ സർക്കാർ ഈ ദുരന്ത ബാധിതരെ പറ്റിക്കുന്ന സമീപനമാണ് എടുത്തു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.